സുബൈർ ഹായ്. ഇന്ന് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ്. ഞാനങ്ങനെ മഴയാണ്, പൊതുവെ ഒരു കൂൾ ക്ലൈമറ്റ് ആണല്ലോ. സാധാരണ പകലൊന്നും അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം സമയത്തിന്റെ അഭാവം തന്നെയാണ് പ്രശ്നം. വാസുദേവൻ ഹായ്. അങ്ങനെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴുണ്ട് മോളും മോനും കൂടി പുറത്തു പോയിട്ട് കേക്കുമായിട്ട് വരുന്നു. പൊതുവെ നാളെയാണ് ഇളയ മോൻ്റെ ബർത്ത്ഡേ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇന്ന് എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി, അതുകൊണ്ട് ചുമ്മാ ഒരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല, വെറുതെ ഒരു കേക്ക് മുറിക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നല്ലത്, കാരണം ഞാനും വല്ലാതെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ചിലരുടെ വേദനകളും ദീനരോധനങ്ങളും നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. നമ്മളൊരു സാഡിസ്റ്റ് ആയതുകൊണ്ടോ നമ്മൾ അങ്ങനത്തെ ഒരു വികൃത ദുഷ്ട മനസ്സിന്റെ ഉടമകളായതുകൊണ്ടോ അല്ല. 2-3 സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കും സന്തോഷമുണ്ടായിട്ടുള്ള ഒരു സന്ദർഭമാണത്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പിടിച്ച ഒരു ഭീകരനെ ആദ്യത്തെ ദിവസം തന്നെ പിടിച്ചിരുന്നു. അയാളെ കൊണ്ടുവന്ന് NIA ചോദ്യം ചെയ്യുന്ന രീതി കണ്ടു. ആദ്യം നമുക്ക് വല്ലാത്ത വിഷമം തോന്നിയെങ്കിലും ഒരു സന്തോഷം തോന്നി, കാരണം അവനെ അത് ചെയ്താൽ പോരാന്ന് തോന്നി. അടിച്ചങ്ങോട്ട് ഒതുക്കുവാണ് ഉണ്ടോ. അയാളുടെ ആ ദീനവിലാപത്തിൽ സന്തോഷിക്കാത്ത ഒരു ഇന്ത്യക്കാരൻ രാജ്യസ്നേഹിയല്ല. ശരിയല്ലേ? കാരണം ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികളായ 29 ആളുകളെ ജാതി ചോദിച്ച് മതം ചോദിച്ച് വെടിവെച്ചു കൊന്നവന്മാരിൽ ഒരാളെ കിട്ടിയപ്പോൾ അത്രയെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് സന്തോഷം തോന്നിയത്. മറ്റൊന്ന്, ഒരു കെയർ ടേക്കർ ആയിട്ടുള്ള ഒരു ലേഡി, വളരെ ഒരു ചെറിയ കുഞ്ഞ്, ഒരു 1-2 വയസ്സ് പ്രായമുണ്ടാകും. ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞെന്തോ ഛർദിച്ചെന്നോ തുപ്പിയെന്നോ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വല്ലാതെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് ഒടുവിൽ വാഷ് ബേസിനിലേക്ക് എടുത്തെറിഞ്ഞ കുഞ്ഞിനെ കൊന്നു. അവളെ പിടിച്ചിട്ട് പോലീസുകാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തല്ല കേട്ടോ. ആ വീഡിയോ കണ്ടപ്പോഴും വല്ലാതെ സന്തോഷം തോന്നി. അതാണ് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നവർ, അതല്ലെങ്കിൽ സമൂഹത്തിന് വലിയ രൂപത്തിൽ പുഴുക്കുത്തായി നിൽക്കുന്ന ആളുകൾക്ക് വലിയ രൂപത്തിൽ അടി കിട്ടുമ്പോൾ അവര് മോങ്ങിക്കാറുമ്പോൾ സന്തോഷം തോന്നും. കാരണം അവര് വിതച്ചതാണ് അവര് കൊയ്യുന്നത്. നമ്മൾ എന്തു വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്യും. മോനെ, എന്തു വിതച്ചാലും ശരി, സമൂഹത്തിന് നന്മയാണോ നമ്മൾ വിതയ്ക്കുന്നത്, നമുക്ക് നന്മ കൊയ്തെടുക്കാൻ സാധിക്കും. അതല്ല നമ്മൾ മറ്റുള്ളവരെ ഒക്കെ ദ്രോഹിക്കാനാണോ തീരുമാനിക്കുന്നത്, നമുക്കും അത് തന്നെ കിട്ടും. ആ ജിർഹജ്, നിന്റെ ആ പേരിൽ തന്നെ ഉണ്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സങ്കര ഇനമാണെന്ന് തോന്നുന്നു. എന്റെ തൊള്ള കാണാൻ നീ ഇവിടെ വരണ്ട. വീട്ടിൽ പോയി ചെറ്റ പൊക്കി നോക്ക്, വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ കാണാൻ പറ്റും. ചെല്ല. നിന്നെ ഇവിടെ ആരാടാ വിളിച്ചത് തൊള്ള കാണാന്? നിന്നെ ആരാടാ വിളിച്ചത്? ചെല്ല. അതാണ് നല്ലത്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളത് ഇതാണ്. മോനെ, മോനെ ആ കർട്ടൻ നിന്നിട്ട് AC ഇടുവോ? അപ്പോ ചില കാര്യങ്ങൾ അതാണ്. ഷാനവാസ്, നിന്റെ വാപ്പായി നിർത്തിയിട്ടുണ്ട് അവിടെ, കണ്ടില്ലായിരുന്നല്ലേ? ആ വാപ്പ ഏതോ പെണ്ണ് തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കിന് എന്റെ പിന്നാലെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ? വാപ്പായെ അങ്ങ് നിർത്താൻ പറ്റത്തില്ല അന്ന് സമൂഹത്തില്, അങ്ങനെയാണ് ആളുകൾ പറഞ്ഞത് കേട്ടോ, എന്നെയല്ല, ഞാൻ പറഞ്ഞതല്ല. അതുപോലുള്ള ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടേരെ, അതാണ് നല്ലത്. ഇത്ര ആളുകളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോ ഇപ്പോ മഴക്കാലമാണ്. നമ്മളെല്ലാവരും കറണ്ടില്ലേ മോനെ? ഡ്രിപ്പായതാണ്, നോക്കിക്കേ. മഴയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും
പല രൂപത്തിലുള്ള മഴകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അല്ല മുഹമ്മദ് ഷാഫി, നിന്റെ ഉമ്മയ്ക്ക് ഉള്ളത് കൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ വാപ്പ നിന്റെ ഉമ്മയെ കെട്ടിയത്. മനസ്സിലായില്ലേ? എടാ, ഓരോ ലൈംഗിക അവയവത്തിന്റെ പേര് പറയുമ്പോഴേക്ക് കുരുക്കൾ പൊട്ടുന്ന ആളല്ലടാ ഞാന്. നിന്റെയൊക്കെ ലൈംഗിക രോഗമുണ്ടല്ലോ, ഇപ്പൊ തുടങ്ങിയതല്ല. മമ്മദണ്ണൻ ഉൽപ്പാദിപ്പിച്ച മതത്തിന്റെ ആൾക്കാരല്ലേ നീയൊക്കെ. അപ്പൊ അതൊക്കെ ഉണ്ടാകും. ഫാൻ 3 മനസ്സിലായ? അതുകൊണ്ട് അതൊക്കെ ഉണ്ടാകും. വീട്ടിലെ ഉമ്മാടത് മണപ്പിച്ച് കൊതി തീർന്നോ മോനെ? അതുകൊണ്ട് ഇനിയിപ്പൊ മടുത്തു കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയതായിരിക്കും അല്ലെ മറ്റുള്ളവരുടെ മണപ്പിക്കടാ നാറി. നീയൊക്കെയാണ് ഈ മതത്തിന്റെ അസറ്റ്, വിലമതിക്കാനാകാത്ത സമ്പത്ത്. അതുകൊണ്ട് നീയൊക്കെ ഇവിടെ ഉണ്ടാകണം. എന്തിനാണെന്നറിയാമോ? ഈ മതം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. അതിനെ പറഞ്ഞു വിട്. ലൈംഗിക ദാരിദ്ര്യം എമ്പാടും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളെന്ന് ഇവര് തന്നെ വിളിച്ചറിയിക്കുവാണ്. പ്രത്യേകിച്ച് കാമം മാത്രം, സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല, അങ്ങനെ ഒരു ഇസ്ലാമിന്റെ വക്താക്കൾ അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോ നിങ്ങള് ക്യാപ്ഷൻ കണ്ടതുപോലെ തന്നെ ഒരു ശുക്ലമഴ, പല മഴയും നമ്മൾ കേട്ടിട്ടുണ്ട്. മഞ്ഞുമഴ, നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തില് നമ്മൾ ആലിപ്പഴം വീഴുന്ന മഴയെ കുറിച്ച് നമുക്കറിയാം. ആലിപ്പഴം വീഴുന്ന മഴ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ മഴയൊന്നുമല്ല, ഇതൊരു വെറൈറ്റി മഴയാണ്. അള്ളാഹുവിന്റെ ഓരോരോ കുസൃതികളെന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതായത് ആകാശത്ത് വെറുതെ ഇരുന്നപ്പോൾ പടച്ചവൻ ഒരു ബോറടി. അപ്പൊ പടച്ചവൻ വെറുതെ വിചാരിച്ച് കാണുമായിരിക്കും, അനുയായികൾക്കൊരു ചേഞ്ചും വേണ്ടേന്നേ. എപ്പോഴും ഈ വെള്ളവും ഒക്കെ തൂറ്റിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ പടച്ചവന് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ പറയുന്നതാണെന്ന്. അല്ല, ഞാൻ പറഞ്ഞാലല്ലേ ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് പറയുവാണ് എന്ന് നിങ്ങൾ പറയൂ. അല്ല. അപ്പോൾ ശുക്ലമഴ നമ്മളാരും അധികമൊന്നും കേട്ടിരിക്കാൻ ഇടയുണ്ടാകില്ല. എന്നാൽ നമുക്കതൊന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളാഹു മൂന്നാമത് ഊതുന്നതിനു മുമ്പ് പുരുഷന്റെ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കുകയാണ്. മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം, കബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു, എഴുന്നേൽക്കുന്നു. കമായംബുത്തുൽ ബഖലോ, സസ്യലതാദികളും ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന, ഈ കൊഴുത്ത ദ്രാവകം മുഖേന ആളുകളെല്ലാം എഴുന്നേൽക്കുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ലൈസ ശൈഉം മിനൽ ഇൻസാനി ഇല്ലാ യബ്ലാ, മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ്. ഇല്ലാ അജ്ബുൽ ദനബ്, അജ്ബുൽ ദനബ് ഒഴികെ മിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അള്ളാഹു പുനഃസംവിധാനം ചെയ്യുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്. അജ്ബുൽ ദനബ്, നട്ടെല്ലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത്. മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണതുള്ളത്. നോക്കൂ, ബാക്കിയെല്ലാം മണ്ണ് തിന്നും. ഈ അജബുൽ ദനബ് ഒഴികെ അതിൽ നിന്ന് വീണ്ടും അള്ളാഹു അവനെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്കത് കേട്ടാ മതി. കാരണം എല്ലാം നശിക്കും, ഈ ലോകം മുഴുവനും ഇല്ലാതാകും. പക്ഷേ ദനബ് മാത്രം ഇല്ലാതാകത്തില്ലാന്നോ? അതോ ദക്കറു മാത്രം ഇല്ലാതാകത്തില്ലാന്നോ? അപ്പൊ കബറിൽ കിടന്നിട്ടും കാക്കമാർക്ക് ഇത് തന്നെയാണ് ജോലിയല്ലേ? ഇത് തന്നെയല്ലേ നമ്മളും പറയുന്നത്. നീയൊക്കെ മണ്ണിനടിയിൽ കിടന്നാലും മര്യാദക്ക് കിടക്കില്ല എന്ന് തന്നെയാ നമ്മളും പറയുന്നത്. ചെകുത്താൻ ശുക്ലത്തിന്റെ വർണ്ണന മാത്രമല്ല, കബറിൽ കിടക്കുന്നവരും കുലുക്കി തൂറ്റിച്ചുകൊണ്ടിരിക്കുവാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നബിയുനാ റസൂലുള്ളാഹി, നബി പറഞ്ഞതല്ലേ? നമ്മൾ പറഞ്ഞതാണ് ഒരു ശുക്ലമഴ. എന്തുവാടെ ഇതൊക്കെ? ആയിഷ സമ്മ, ഞാൻ നശിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാ കാലവും ഇരിക്കുന്നു, ഞാൻ നിന്നോട് പറഞ്ഞു ചോദിച്ചേ.
ചിലപ്പോൾ ഞാനാണോ ആദ്യം നശിക്കണം, നീയാണോ ആദ്യം നശിക്കണമെന്ന് എങ്ങനെ അറിയാം? അതിനു മുമ്പ് ശുക്ലമഴയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഞാനിവിടെ ഇല്ലേ? ശരി, ഇവരെ നിങ്ങൾ എന്തെന്ന് പറയും? ഈ ഒരു ചിന്തയെ ഉള്ളോ ഈ വിഭാഗത്തിന്? എവിടെ തിരിഞ്ഞാലും അതേ എന്ന് അവര് തന്നെ പറഞ്ഞു തരുക. അതെ, നട്ടെല്ലിൽ സ്ഥിതി ചെയ്യുന്ന ബീജം, മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ബീജം ശരിയെന്ന. സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളാഹു മൂന്നാമത് ഊതുന്നതിനു മുമ്പ് പുരുഷന്റെ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കുകയാണ്. മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം, കബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു, എഴുന്നേൽക്കുന്നു. കമായം ബക്കലോ, സസ്യലതാദികളും ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന, ഈ കൊഴുത്ത ദ്രാവകം മുഖേന ആളുകളെല്ലാം എഴുന്നേൽക്കുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ലൈസ ശൈഉൻ മിനൽ ഇൻസാനി ഇല്ലാ യബ്ലാ, മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ്. ഇല്ലാ അജ്ബുൽ സനബ്, അജ്ബുൽ സനബ് ഒഴികെ മിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അള്ളാഹു പുനഃസംവിധാനം ചെയ്യുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്. അജ്ബുൽ സനബ്, നട്ടെല്ലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത്. മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണതുള്ളത്. നോക്കൂ, ബാക്കിയെല്ലാം മണ്ണ് തിന്നും. ഈ അജ്ബുൽ സനബ് ഒഴികെ അതിൽ നിന്ന് വീണ്ടും അല്ലാഹു അവനെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആഹാ, അടിപൊളി അല്ല? ഇത് കേട്ടിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്ന തെണ്ടികളെ, ഇത് ഞാൻ പറഞ്ഞതാണോടാ മറ്റവന്മാരെ? നീയൊക്കെ എന്തോ വെച്ചിട്ടാടാ ചിന്തിക്കുന്നത്? ലിംഗം അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കടാ കുറച്ചു നേരത്തേക്കെങ്കിലും, എന്നിട്ട് തലച്ചോറ് ഉപയോഗിച്ചിട്ടൊന്ന് ചിന്തിക്കടാ. വിശ്വാസിയുടെ ഷാളല്ല സൻഹ, നിന്റെ തള്ള വാങ്ങി തന്ന ഷാള. ഇറങ്ങിപ്പൊടി. ഞാൻ വില കൊടുത്ത് വാങ്ങിയ സാധനമാ ഇത്. ഞാൻ എവിടെ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. നീയാണോ എന്നെ നിശ്ചയിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഷാൾ ഇതെന്താണ്? ഇതിനകത്ത് വിശ്വാസി എന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? നിന്നെയൊക്കെ പോലെയുള്ള കൃഷിയിടങ്ങളാടി ഈ നാടിന്റെ നാശം. ഇറങ്ങിപ്പോടി, ആട്ടി വിടുന്നതിന് മുമ്പ്, ചവിട്ടി ഇറക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ. നിന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ പാടമാകാനും കൃഷിയിടമാകാനുമാണ് യോഗം. ചെല്ല് ചെല്ല്, കലപ്പയും കുറിപ്പിച്ചപ്പോ മറ്റവും വരും. ചെല്ല്. വേറൊരുത്തി എനിക്ക് ഹിദായത്ത് തരട്ടെ. അയ്യോ, എന്ത് തന്നാലും ആ സുന തരാൻ പറയല്ലേ, വേണ്ടായിട്ടാ. തന്നാലും ഈ വക ഐറ്റങ്ങളുടെ ഇടയ്ക്കല്ലേ വരുന്നത്. അയ്യോ വേണ്ട. ആ നല്ല കുടുംബത്തിൽ പറഞ്ഞവനാണ് ഇപ്പൊ ഈ പറഞ്ഞത്, കേട്ടില്ലേ?